ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഓണൊക്കെയാണല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഹെയർ ആക്സസറീസ് നമ്മൾ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ജാസ്മിൻ ബഡ്സ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് എന്നാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഇത് ഞാൻ മീഷോ എന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പേര് വരുന്നത് സോളാവുഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതുപോലത്തെ ഒരു 5 പീസ് ഉണ്ട് കേട്ടോ. 5 പീസിന് റേറ്റ് വരുന്നത് 200 സംതിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നൊരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഡാമേജ് ഉള്ള ടൈപ്പായിട്ടാണ് കേട്ടോ വരുന്നത്. എല്ലാ പീസും ഇതേപോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ കീറിയിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ നല്ല പീസ് വരുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഞാനിവിടെ 1 ഇഞ്ച് വീതിക്ക് ഇതിൻ്റെ സെയിം നീളത്തിൽ തന്നെ 1 ഇഞ്ച് വീതിക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഒറ്റ പീസിൽ നിന്ന് നമുക്ക് 2 ബഡ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ സെൻറ്ററിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററൊന്ന് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ബെഡാക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തെർമോബോൾസ് ആണ് കേട്ടോ. തെർമോബോൾസ് നമ്മൾ വൈറ്റ് എടുക്കാവും നല്ലതായിട്ടോ. എനിക്ക് വൈറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ യെല്ലോ കളർ എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഈ വാട്ടർ ഒന്ന് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അത് തീരെ ഒരു കട്ടിയില്ലാത്തൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അതൊന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെള്ളം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഈ തെർമോബോൾസ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത് കൊണ്ട് പുറത്തേക്ക് യെല്ലോ തീരെ കാണാത്ത രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ബഡ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊരു ഗ്രീനിഷ് കളർ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രീൻ ടാപ്പിൽ തന്നെ ഒരു ഗ്ലൂ ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഗ്ലൂ ഒന്നും ചേർക്കേണ്ടതില്ല. ഇതൊന്ന് പിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.